സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാണുന്നില്ല, സാംസങ് ഗാലക്സി S26 സീരീസിനെ കുറിച്ചാണ്. S26 സീരീസിൻ്റെ കുറച്ച് ലീക്സ് ആൻഡ് റൂമേഴ്സ് നമുക്ക് ഇൻസ്റ്റയിൽ ടെക് ഫോളോ ചെയ്യുന്നവരെല്ലാവരും കണ്ടു കാണും. യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസൊക്കെ നമുക്ക് അറിയാനുണ്ട്. അപ്പോൾ നമ്മൾ അതിനെല്ലാം കുറച്ച് സോർട്ട് ചെയ്ത് S26 അൾട്ര S26 സീരീസിൻ്റെ ഫുള്ള് ഇന്ന് വരെയുള്ള ലീക്സ് ആൻഡ് റൂമേഴ്സ്, ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച ഇറങ്ങിയ ലീക്സ് ആൻഡ് റൂമേഴ്സ് നമ്മളൊന്ന് റിവ്യൂ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ S26 സീരീസിൻ്റെ ലീക്സ് ആൻഡ് റൂമേഴ്സിലേക്ക് പോകാം. കാണാം. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാംസങ് ഗാലക്സി S26 സീരീസ് ആക്ച്വലി കുറച്ച് ഡിലേ ആണ്. ഡിലേ മീൻസ് കഴിഞ്ഞ വർഷം S25, S24 ഇതെല്ലാം നമുക്ക് ജനുവരിയിലാണ് അവർ ഒരു അൺപാക്ഡ് ഈവൻ്റ് എല്ലാം നടക്കുന്നത്. അതിനോടനുബന്ധപ്പെട്ടത് ആ ടൈമിൽ റിലീസ് ആവാറുണ്ട്, ലോഞ്ച് ആവാറുണ്ട്. പക്ഷേ ഈ വർഷം സാംസങ് കുറച്ച് കൺഫ്യൂഷനാണ്. കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം, അവന്മാരെ S25 എഡ്ജ് ഒരു അപാര ഫ്ലോപ്പായിരുന്നു. സാംസങ്ങിൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഇറങ്ങിയ ഐഫോണിൻ്റെ എയറും അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലോപ്പാണ്. അവന്മാർ അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ 80% കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആരും വാങ്ങിക്കാനില്ല എന്നുള്ളതാണ് ഈ എയറിൻ്റെത്. എഡ്ജും അതേപോലെ എഡ്ജ് ഒറ്റ മനുഷ്യരിൽ വാങ്ങിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. റിവ്യൂ ചെയ്യാൻ വേണ്ടി കുറച്ച് ടീമുകൾ വാങ്ങിച്ചിട്ടുള്ള പ്രാക്ടിക്കലി ആരും വാങ്ങിച്ചത്. കാരണം ബാറ്ററി ബാക്കപ്പ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് എനിക്കൊന്ന് സ്ലിം അല്ല അവർ കുറച്ചുകൂടെ നോക്കണത്. ബാറ്ററി ബാക്കപ്പ് കുറച്ചുകൂടെ കൂടുതലാണ് അവർ കുറച്ചുകൂടെ വെരിഫൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് S26 എഡ്ജ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് അവർ ഇത്രയും ഡിലേ ആവുന്നത്. ഇപ്പം അറിയാൻ സാധിച്ചു വെച്ച് നമ്മളെ S26 അൺപാക്ഡ് ഈവൻറ്റ് മിക്കവാറുമല്ല ഓൾമോസ്റ്റ് അവർ സെറ്റിൽ ചെയ്തേക്കുന്നത് ഫെബ്രുവരി മിഡ് അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്കാണ്. അപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും, ഫെബ്രുവരി പകുതി തൊട്ട് മാർച്ച് ആദ്യം വരെയുള്ള ആഴ്ച നമ്മൾ നോക്കിയത്, അതിനകത്തായിരിക്കും അവന്മാരെ അൺപാക്ഡ് ഈവൻറ്റ് മിക്കവാറും അവന്മാരെ റിലീസ് സെറ്റ് ചെയ്യണത്. പിന്നെ അതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S26 അൾട്രയുടെ കാര്യം വരുന്നത്, അൾട്രയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അൾട്രയുടെ പ്രൊഡക്ഷൻ വരെ അവർ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത പ്ലാനാണ്. ഡിസംബറിൽ ഓൾമോസ്റ്റ് അവർ അൾട്രയുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ടാവും. പക്ഷേ S26 ബാക്കിയുള്ള സീരീസ് ജനുവരിയിൽ മാത്രം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ആവുള്ളൂ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ S26 അൾട്രയുടെ കാര്യത്തിൽ അവർ ഓൾമോസ്റ്റ് എല്ലാം ഫൈനലാണ്. S26 ബാക്കി സീരീസിലാണ് അവർ കൺഫ്യൂഷൻ നേരത്തെ പറഞ്ഞത്. S26 എഡ്ജ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പ്രോ ഇറക്കണോ, പല റൂമറുകളുണ്ട്. S26 പ്രോ വരും, ബേസ് മോഡൽ ഒരെണ്ണം, അൾട്ര ഒരെണ്ണം, എഡ്ജ് ഒരെണ്ണം, അങ്ങനെ വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ നേരത്തെ റൂമേഴ്സ് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വരുന്നത് അവർക്ക് പ്രൊഡക്ഷൻ കോസ്റ്റും ബാക്കിയെല്ലാം ഭയങ്കരമായിട്ട് കൂടും, ഡിവൈസിൻ്റെ എണ്ണം കൂടും എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ കാര്യം. രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം, ഒരു സന്തോഷ വാർത്ത, S26 എഡ്ജ് എന്നുള്ള സാധനം സംഭവം ക്യാൻസൽ ആയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടാകാനുള്ള കാര്യം. അത് ഫൈനലായിട്ടുണ്ട്. S26 എഡ്ജ് എന്നുള്ള ഡിവൈസ് ഈ വർഷം എന്തായാലും കാണൂല എന്നാണ് നമ്മൾ ലീക്സ് ആൻഡ് റൂമേഴ്സ് പറയുന്നത്. പകരം S26 പ്ലസ്, S26 അൾട്ര, അങ്ങനെയുള്ള 3 ഡിവൈസ് മാത്രമേ കാണുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാംസങ്ങിൻ്റെ S26 സീരീസിൽ എല്ലാം, അൾട്ര ഉൾപ്പെടെ എല്ലാ സീരീസിലും UFS 4.1 ആണ് സ്റ്റോറേജ് വരുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന AI ഫീച്ചേഴ്സും കാര്യങ്ങളാണ്. AI അത്രയും പെർഫോമൻസ് വേണം എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ റീസൺ. അതുകൊണ്ട് സാംസങ് അതിൻ്റെ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, UFS സ്റ്റോറേജ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാംസങ് ആണ്. അവന്മാരതിൻ്റെ തലവട്ടപ്പന്മാരാണ് UFS സ്റ്റോറേജിൻ്റെ. അവന്മാർ അങ്ങനെ ഒരു ഭയങ്കര ഇന്നോവേഷൻ അവന്മാർ നേരത്തെ കൊണ്ടുവന്നത്. ഇപ്രാവശ്യം UFS 4.1 ആണ് പറഞ്ഞത്. നേരത്തെയുള്ള UFSനെ കാട്ടി ഇപ്രാവശ്യത്തെ UFS 4.1 പെർഫോമൻസ് പറഞ്ഞാൽ 25% പെർഫോമൻസ് കൂടുതലാണെന്നാണ് നമ്മളെ ലീക്സ് ആൻഡ് റൂമേഴ്സ് എല്ലാം പറയുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞതിൻ്റെ AI കാര്യങ്ങളാണ്. AIക്ക് എത്രയും വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും സ്പീഡും പെർഫോമൻസും വേണം. അപ്പോൾ UFS 4.1 അവർ പറയണ ലീക്സിൽ വന്ന ഒരു 15% അവർ ഓവറോൾ സീക്വൻഷ്യൽ റൈറ്റ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. റാൻഡം റൈറ്റ് സ്പീഡ് 10%, റാൻഡം റൈറ്റ് സ്പീഡ് 10% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 25% ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഇതിനകത്ത് വരണുണ്ട് സ്റ്റോറേജിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റർ ഡാറ്റ പ്രോസസ്സിങ്, റാപ്പിഡ് ഡാറ്റ ആക്സസ്, അതായത് കുറച്ചും കൂടെ ഹാൻഡിലിംഗ് ആയിരിക്കും ഈ ഡാറ്റ ആക്സസ്. ഇതിൻ്റെ ബസ് സ്പീഡൊക്കെ കുറച്ചും കൂടുതലായിരിക്കും എന്നൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ ഈ AI ഇനി അങ്ങോട്ട് സാംസങ് S26 അൾട്രയ്ക്ക് അടുത്ത ഇരിക്കണം അവർ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള AI ഫീച്ചേഴ്സും കാര്യങ്ങളല്ല ഇനിയുള്ള ഫ്ലാഗ്ഷിപ്പ് മോഡലിൽ കൊണ്ടുവരാൻ നേരത്ത് അവർക്ക് ഇതിനെക്കാട്ടി സ്പീഡുള്ളത്, ഇതേപോലെ സ്പീഡുള്ള ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ സ്റ്റോറേജ് കൊടുത്താലേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു പരിപാടി പറഞ്ഞത്. അപ്പോൾ അതെന്തായാലും ഒരു നല്ലൊരു ബെനിഫിറ്റാണ് UFS 4.1 എന്നത് കൊള്ളാം. പിന്നെ നാലാമത്തെ കാര്യമാണ് എക്സിനോസിൻ്റെ
2600 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ് സാംസങ് കൊണ്ടുവരുന്നത്. 2 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് അല്ല, അതിൻ്റെ ഒരു ഹൈലൈറ്റ്. കാരണം ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ 888 ആണെങ്കിലും ആപ്പിളിൻ്റെ A19 ആണെങ്കിലും 3 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. പക്ഷേ നമ്മൾ എക്സിനോസ് 2600 ഒരു 2 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. 2 നാനോമീറ്റർ ആക്കിയതിൻ്റെ ഭാഗമായിട്ട് അവരതിൽ നിന്നുള്ള മോഡം ഒഴിവാക്കിയിട്ടുണ്ട്. 5G മോഡ് ആ ചിപ്സെറ്റും ഇല്ല എന്ന് പറഞ്ഞാൽ 5G മോഡ് സെപ്പറേറ്റ് ആണ്. 5G മോഡ് അവരിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു അഡീഷണൽ ചിപ്സെറ്റ് അതിൽ അവർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നാനോമീറ്റർ ആണ്, കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആണ്. അപ്പം അവർക്ക് കുറച്ചുകൂടെ എനർജി എഫിഷ്യൻറ്റും പെർഫോമൻസും പവർ കൺസപ്ഷൻ കുറയ്ക്കുക എന്ന കുറച്ച് ആസ്പെക്റ്റിലൊക്കെയാണ് അവരതിനകത്തുനിന്ന് ഈ 5G മോഡം ചിപ്സെറ്റിൻ്റെ വെളിയിലാണ്, ചിപ്സെറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഫോണിൽ അല്ലാതൊരു ഹാർഡ്വെയർ ആയിട്ട് അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. പിന്നെ USA, കാനഡ, ജപ്പാൻ, ചൈന ഈ 3 റീജിയനിലും സാംസങ്ങിൻ്റെ എല്ലാ സീരീസിലും സ്നാപ്ഡ്രാഗൻ്റെ 888 ആണ് പ്രൊസസ്സറാണ് വരുന്നത്. പക്ഷേ യൂറോപ്യൻ കൺട്രീസ്, ഏഷ്യൻ കൺട്രീസിലെല്ലാം എക്സിനോസ് ആണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ കൺഫേം ആയിരിക്കും മിക്കവാറും S26, S26 ഈ 2 ഡിവൈസിലും എക്സിനോസ് പ്രൊസസ്സർ മാത്രമേ വരുള്ളൂ. S26 അൾട്രയിൽ ചിലപ്പം സ്നാപ്ഡ്രാഗനും എക്സിനോസും വരാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അവർ എക്സിനോസ് തന്നെ ലോഞ്ച് ആക്കുമായിരിക്കും, പിന്നീട് സ്നാപ്ഡ്രാഗൻ്റെ പ്രൊസസ്സർ കൊണ്ടുവരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതെന്തായാലും ഒരു രീതിയിലുള്ള കൺഫർമേഷനും ഒരു രീതിയിലുള്ള ന്യൂസും അതിനെപ്പറ്റി ലഭിച്ചിട്ടില്ല ഇന്ത്യയിലുള്ള S26 അൾട്രയിൽ എന്തായിരിക്കും എന്നുള്ളത്. പക്ഷേ കൺഫേം ആണ് പ്ലസ് മോഡലിൽ നോർമൽ S26ലും എക്സിനോസിൻ്റെ പ്രൊസസ്സർ ആയിരിക്കും പറഞ്ഞത്. അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല. അതുപോലെ എക്സിനോസ് 2600 ചിപ്സെറ്റിൻ്റെ ഒരു പെർഫോമൻസ് ലീക്ക് കൂടെ വന്നിട്ടുണ്ട്. അതിനകത്ത് അവർ പറയുന്ന ലീക്കിൻ്റെ നമ്പേഴ്സൊക്കെ കുറച്ച് ഞെട്ടിക്കുന്ന ഫിഗറാണ്. അതായത് സ്നാപ്ഡ്രാഗൺ 8 Gen 5 Elite ചിപ്സെറ്റിൽ കമ്പയർ ചെയ്യാൻ നോക്കുന്നത് NPU പെർഫോമൻസ് 30% ഹയറും GPU പെർഫോമൻസ് 29% ഹയർ എന്നൊക്കെയാണ് പറയണത് നമ്മൾ എക്സിനോസ് 2600. പിന്നെ ആപ്പിളിൻ്റെ A19 Pro ചിപ്സെറ്റിൽ കമ്പയർ ചെയ്യാൻ നോക്കുന്നത് 14% ഹയർ CPU മൾട്ടികോർ പെർഫോമൻസും 75% GPU പെർഫോമൻസ് ഒക്കെ ഉണ്ടെന്നാണ് നമ്മളെ ഈ ലീക്സിൽ പറഞ്ഞത്. ഇത് എക്സിനോസ് ആണ്, സാംസങ്ങിൻ്റെതാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ കണ്ണ് അടച്ച് വിശ്വസിക്കാനോ വിഴുങ്ങാനോ പറ്റില്ല. കാരണം കഴിഞ്ഞ പല വർഷങ്ങളിലും എക്സിനോസിൻ്റെ നമ്മളിതേപോലെ പെർഫോമൻസ് ലീക്കും പെർഫോമൻസിൻ്റെ അവരെ അൺപാക്ഡ് ഈവൻറ്റിലൊക്കെ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അത് ഇൻ ഹാൻഡ് വരാൻ നേരത്ത് ഈ പറയുന്ന പെർഫോമൻസ് ഒന്നും അങ്ങനെ കാണാറില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമില്ല. അപ്പോൾ സാംസങ് ഇപ്പോഴും ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കാര്യം വേറെ ഒന്നുമില്ല, കോസ്റ്റ് കട്ടിംഗ് ആണ്. അവർക്ക് ബഡ്ജറ്റ് എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണം എന്നുള്ളത്. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് സാംസങ് S26 അൾട്രയിൽ, S25 അൾട്രയിൽ പോലും അവർ ആ ബഡ്ജറ്റ് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പെൻസിൽ നിന്ന് ബ്ലൂടൂത്ത് കട്ട് ചെയ്ത് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അങ്ങനത്തെ പല കാര്യങ്ങളും വരും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 8 Gen 8ൻ്റെ അറൗണ്ട് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കാൻ അതിൻ്റെ ഒരു ചിപ്സെറ്റിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $250 പറഞ്ഞത്. എക്സിനോസ് വരാൻ നേരത്ത് അത് നേരെ കുറച്ചുകൂടെ പകുതിയല്ല, $150 പറഞ്ഞോളൂ. അപ്പോൾ അത്രയും വരാൻ നേരത്ത് സാംസങ്ങിന് അതിനകത്ത് ബഡ്ജറ്റിൽ അവർ ഒരു മേക്കിങ്ങിൽ തന്നെ ഭയങ്കര ഒരു ഹ്യൂജ് എമൗണ്ട് അവർക്ക് ലാഭിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. വേറെ ഒന്നുമില്ല, അൾട്ര വിട്ടാൽ പോലും അവർക്ക് S26നും S26 മാത്രം കൊടുത്താൽ തന്നെ ഏകദേശം പകുതി ഡിവൈസോളം ഇതേ രീതിയിൽ പോകും. എക്സിനോസിൽ പോയാൽ പോലും തന്നെ അവർക്ക് $100 വെച്ച് ഒരു ഡിവൈസിൽ അവർക്ക് ലാഭം പിടിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള കാര്യം കൊണ്ട് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇപ്പോഴും എക്സിനോസിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല വേറെ ഒന്നുമില്ല, കാരണം ഈ സ്നാപ്ഡ്രാഗൺ വന്നു കഴിഞ്ഞാൽ അത്രത്തോളം കോസ്റ്റ് കയറും എന്ന് പറയണം. പിന്നെ അതിനകത്ത് ഒരു മെയിൻ ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S26 അൾട്രയിലും S26 എല്ലാ സീരീസിലും ഡിസ്പ്ലേ കുറച്ചും കൂടെ കിടിലൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞത്. S26 പ്ലസിൻ്റെ ഒരു ഡിസ്പ്ലേ അതിൻ്റെ ഒരു സ്പെക്ക് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എന്നിട്ട് S26 പ്ലസിൽ പറഞ്ഞ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD AMOLED 120Hz ഡിസ്പ്ലേ ആണ്. 12GB റാം ഉള്ള 256 സ്റ്റോറേജിലുള്ള സ്റ്റാർട്ടിങ്. സ്നാപ്ഡ്രാഗൺ 888 എക്സിനോസ് പ്രോസസ്സറിന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ക്യാമറയൊക്കെ 10MP 3x 15MP മെയിൻ ക്യാമറ, അൾട്രാ വൈഡ് 12MP, സെൽഫി ക്യാമറ 12MP, 4900 mAh ഒരു ബാറ്ററി വരുന്നുണ്ട്. 45 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടാണ്. പിന്നെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് വരാൻ സാധ്യതയുണ്ട്, നിറ്റ്സ് കുറച്ചും കൂടെ കൂടുതൽ സാധ്യതയുണ്ട്.
6000 നിറ്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് തള്ളാണോ അറിഞ്ഞൂടെ ഉള്ളതാണോ അറിഞ്ഞൂടെ, അതിനെപ്പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ല, അതുകൊണ്ട് അതിനെപ്പറ്റി പറയാനില്ല. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, S26 സീരീസിലെ എല്ലാ ഡിവൈസിലും ആൻറ്റി ഗ്ലെയർ കോട്ടിങ് കഴിഞ്ഞ വർഷത്തെ S25 ഭയങ്കര ബെറ്റർ ആയിട്ടുള്ള ആൻറ്റി ഗ്ലെയർ കോട്ടിങ് ആണ് പറഞ്ഞത്. ആപ്പിളിനെക്കാട്ടി ഭയങ്കര ബെറ്റർ ആണ് കേട്ടോ S25 അൾട്രയുടെയും S25 സീരീസിൻ്റെയും ആൻറ്റി ഗ്ലെയർ കോട്ടിങ്. അതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള കോട്ടിങ്ങാണ് ഇപ്രാവശ്യം S26 സീരീസിൽ വരാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ അത്രയുമാണ് നമ്മളെ സാംസങ്ങിൻ്റെ ലീക്സ്, S26 സീരീസിൻ്റെ ലീക്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മളെ ലാസ്റ്റ് വൺ ഇതിൻ്റെ ഫോം ഫാക്ടറാണ്. ഇതിൻ്റെ കളേഴ്സിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. ഇടയ്ക്ക് കുറച്ച് ലീക്സ് ഒക്കെ വന്ന ഒരു ഓറഞ്ച് കളറിൻ്റെ നമ്മളെ ഈ ഐഫോണിൻ്റെ ഓറഞ്ച് പോലെ തന്നെ കോസ്മിക് ഓറഞ്ച് പോലെ തന്നെ ഒരു കളറ് സാംസങ് കൊണ്ടുവരുന്നുള്ളത്. അത് കറക്റ്റ് കോപ്പി കാറ്റ് മോഡൽ പോലെ ആവും എന്നൊക്കെ കൊണ്ട് കുറേ കമൻസും കാര്യങ്ങളുണ്ട്. എന്തായാലും അതൊരു ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണെന്ന് പല ലീക്സ് ഒക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കളർ വരാൻ സാധ്യത ചിലപ്പോൾ കുറവാണ്. സാംസങ് ഇനി കൊണ്ടുവരുമെന്നുള്ള എനിക്കുള്ള സാംസങ് ഉടനടി അങ്ങനെ കൊണ്ടുവരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കളറിൻ്റെ പ്രതീക്ഷ വേണ്ട എന്നാണ് എനിക്ക് വിശ്വാസം. എന്തായാലും നേരത്തെ പറഞ്ഞ S26 എഡ്ജ് ക്യാൻസൽ ചെയ്തുകൊണ്ട് S26ൻ്റെ എല്ലാ സീരീസും കഴിഞ്ഞ വർഷത്തെ S25 അതിൻ്റെ എഡ്ജസ് കുറച്ചും കൂടെ റൗണ്ടഡ് എഡ്ജസ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പോയിട്ട് ക്യാമറ ബമ്പ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ക്യാമറ ബമ്പ് നമ്മൾ ലാസ്റ്റ് ഇറങ്ങിയ ഫോൾഡ് സീരീസിൽ വരുമ്പോഴത്തെ സെയിം ക്യാമറ ബമ്പാണ് പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ എഡ്ജസ് സ്മൂത്താണ്. ഈ ക്യാമറ ബമ്പ് അങ്ങനെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തൊരു വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് അതിനകത്ത് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കാണാം. തിൻബോൺ എന്ന് പറഞ്ഞൊരു വളരെ തിന്നായിട്ടുള്ള ആപ്പിൾ, സാംസങ് അതേപോലെ അതർ ഡിവൈസിൻ്റെ OnePlus ഉൾപ്പെടെയുള്ള കേസ് ബിൽഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവരുടെ സൈറ്റിനകത്ത് S26ൻ്റെ ഒരു അൾട്രയുടെ കേസിൻ്റെ ലീക്ക് ഉണ്ട്. അത് വെച്ച് നോക്കാനായിട്ട് കറക്റ്റ് നമുക്ക് ഈ ഫോൾഡ് സീരീസിൽ വന്ന പോലത്തെ ഒരു ക്യാമറ ബമ്പാണ് S26ൽ എല്ലാം പറഞ്ഞത് എന്നുള്ളതാണ്. പിന്നെ പോയിട്ട് QI2ൻ്റെ ഒരു മാക്സേഫ് റെഡിയാണ് S26ൻ്റെ സീരീസിൽ. അതായത് ഇതുവരെയുള്ള S25ൻ്റെ ഒന്നും S24, S25 ബാക്കിൽ മാഗ്നറ്റ് വരാനില്ലായിരുന്നു. അവരത് സൈസ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബാറ്ററി കപ്പാസിറ്റി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവരത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഇത്രയും നാളും. പക്ഷേ ഇപ്പം QI2 സപ്പോർട്ടായിട്ടുള്ള മാക്സേഫ് റെഡി ആയിട്ടുള്ള മാഗ്നറ്റ് നമ്മളെ ഫോണിൽ ഇൻബിൽറ്റ് വരണുണ്ട് എന്നുള്ളത് കൊള്ളാം. ഇത് നേരത്തെ കൊടുക്കാനുള്ളതായിരുന്നു, അതിപ്പം കൊള്ളാം എന്നുള്ളത്. കാരണം നമുക്ക് ഇനി അങ്ങോട്ട് എല്ലാവരും പവർ ബാങ്ക് ഉൾപ്പെടെ എല്ലാം ഈ മാക്സേഫ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇതേപോലത്തെ മാഗ്നറ്റിക് ടൈപ്പ് സാധനങ്ങളായിരിക്കും യൂസ് ചെയ്യണത് എന്നുള്ളത് കൊണ്ട് അതൊരു നല്ലൊരു പരിപാടിയാണ്. സോ അപ്പോൾ ഇത്രയാണ് നമ്മളെ സാംസങ് ഗാലക്സി S26 സീരീസിൻ്റെ ലീക്സ് ആൻഡ് റൂമേഴ്സ് നമ്മൾ നോക്കിയത്. അപ്പം ഫ്യൂച്ചറിൽ നമ്മൾ ഇതിൻ്റെ പുതിയ അപ്ഡേഷനോ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യണം. കമൻസ് നിങ്ങൾ ഇടണം, കമൻസിലൂടെ മാത്രമേ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ. നമ്മൾ എല്ലാ ആഴ്ചയും വീഡിയോ ഇടും എന്നൊന്നും ഞാൻ പറയാനുള്ള. ഫ്യൂച്ചറിൽ നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വരാം. ബൈ.